നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബൈബിൾ ക്ലാസ്സിൽ പല രാജ്യങ്ങളിൽ നിന്നും സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരാഴ്ച കൂടെ നമ്മെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ പരിപാലനം ഈ ആഴ്ചയിലും നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അല്ല, ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, നാം ഈ ശരീരം വിട്ടാലും, നാം ഈ ലോകം വിട്ടാലും പിന്നെയും നമ്മെ സൂക്ഷിക്കുന്നത് കർത്താവ് തന്നെയാണ്. നാം നമ്മുടെ ദൈവത്തോട് കൂടെ ആയിരിക്കും. അതുകൊണ്ട് കേവലം ജീവപര്യന്തം എന്നതുകൊണ്ടും നിർത്തുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പലവിധമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതോർത്ത്, ദൈവം നമുക്ക് തുണയായിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തലമുറ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്നുവല്ലോ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ടും സ്തോത്രം. നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് വളരെ റെലവൻ്റായ, വളരെ പ്രസക്തമായ ഗാനങ്ങൾ പ്രിയ പൈതലേബൽ പാടുവാൻ ദൈവം സഹായിച്ചു. നാം കാഹളനാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ കാന്തയാണ്. സ്തോത്രം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ദൈവസഭ എന്ന നിലയിൽ നാം യേശുക്രിസ്തുവിന്റെ കാന്തയാണ്. സ്തോത്രം. പ്രായഭേദം അതിലില്ല, ലിംഗഭേദം അതിലില്ല. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, പാപമോചനം പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റവർ, നാം ഒരുമിച്ച് ക്രിസ്തുവിന്റെ കാന്തയാണ്. നിർമ്മല കന്യകയായി അവൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. താമസം വിന വിവാഹത്തിനായി ഒരുങ്ങി മണവാളൻ വരും. നമുക്ക് മണവാട്ടി എന്ന നിലയിൽ ഒരുങ്ങി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. അതിന് നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ബൈബിൾ പഠനവും ഒരുമിച്ചുള്ള കൂട്ടായ്മയും എല്ലാം കാരണമാകട്ടെ എന്ന് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാന പാദങ്ങളിലാണ്. കർത്താവായ യേശു എന്ന ദൈവ കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 7 മുദ്രകളുള്ള പുസ്തകത്തിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നു. അതിൽ 6-ാമത്തെ മുദ്ര ഭേദനത്തിലാണ് നാം 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നിൽക്കുന്നത്. അവിടെ നാം കാണുന്നു, ദൈവകുഞ്ഞാടായ ക്രിസ്തു 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ. ഭൂകമ്പം, അതായത് ഭൂമി മുഴുവനും, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, മുഴുവൻ ഭൂമിയും കുലുങ്ങുകയാണ്. ഇപ്പോൾ മഴക്കാലത്ത് അവിടെയും ഇവിടെയുമൊക്കെ അല്പം കുലുങ്ങുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു.
വലിയ വലിയ ട്രക്കുകൾ ഉൾപ്പെടെ, JCB-യും അതുപോലെയുള്ള വമ്പൻ വാഹനങ്ങളും ഉൾപ്പെടെ ഒലിച്ചു പോകുന്നു. നിൽക്കുവാൻ കഴിയാതെ മലകൾ ഇടിഞ്ഞു വീഴുന്നു. വളരെ ദുഃഖത്തോടെ നമ്മൾ ഓർക്കുന്നു, നമ്മുടെ ഒരു മലയാളിയായ ഡ്രൈവർ ഓടിച്ചിരുന്ന വാഹനം ഇപ്പോഴും ചൊവ്വാഴ്ച മുതൽ ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടും റഡാർ കൊണ്ടുവന്ന് ഇന്ന് പരിശോധന നടത്തിയിട്ടും എങ്ങും എത്താതെ മുംബൈ മാംഗ്ലൂർ ഹൈവേയിൽ റോഡിൽ തന്നെ ഏതാണ്ട് 10 അടിയോളം ഉയരത്തിൽ മണ്ണ് വീണ് കിടക്കുന്നെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. ആ ദുഃഖകരമായ അവസ്ഥയിലായിരിക്കുന്നു. ആ ഭവനത്തോടൊപ്പം നാമും ആശങ്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ കുലുക്കമുണ്ടായപ്പോൾ ഇത്രയേറെ ഭീകരതകൾ, എത്രയോ ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയെല്ലാം കണ്ടു, സമുദ്രത്തിൽ ഉൾപ്പെടെ. അങ്ങനെയുള്ള പല പ്രകൃതിക്ഷോഭങ്ങൾ 6-ാം മുദ്രാഭേദനത്തിൽ നാം വെളിപ്പാട് 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടു. 15 മുതൽക്കുള്ള വാക്യങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അവിടെ ലോകത്തിലെ എല്ലാ തുറകളിലും പെട്ട മനുഷ്യർ ഭയവിഹ്വലരായി മാറുന്നു. A dreadfulness spread among the entire human community. സാധാരണ ഈ പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും രോഗങ്ങളും ക്ഷാമവും ഒക്കെ ഉണ്ടായാൽ അത് സമൂഹത്തിലെ താഴേക്കിടയിൽപ്പെട്ടവരെ മാത്രമേ ബാധിക്കാറുള്ളൂ. മിഡിൽ ക്ലാസ്സിനെ പോലും മധ്യവർഗത്തെ പോലും അത്ര കാര്യമായിട്ട് അതൊന്നും ബാധിക്കാറില്ല. സമ്പന്ന വർഗത്തെയും അധികാരവർഗത്തെയും അതൊന്നും ഒട്ടുമേ ബാധിക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ദരിദ്രരുടെയും താണവരുടെയും ഒരു സമൂഹത്തെ മാത്രമല്ല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. നാം 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, രാജാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർ, അവിടെ നിന്നും ദാസന്മാർ, അടിമകൾ വരെയുള്ള മുഴു സമൂഹവും ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ആഗോള വ്യാപകമായ ഒരു പ്രശ്നമാണിതെന്ന്. ഇറ്റ്സ് ആൻ യൂണിവേഴ്സൽ പ്രോബ്ലം. സാർവത്രികമാണത്, സാർവലൗകികമാണത്. ആർക്കും ഒഴിവുരാശിയില്ല. എല്ലാവരും അതിൽ പ്രശ്നബാധിതരാണ്. ചില കാര്യങ്ങൾ കൂടെ നമുക്ക് അവിടെ നിന്നും പഠിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. അവിടെ നിന്നും നമുക്ക് പഠിക്കുവാൻ ഇനിയും സാധിക്കുന്ന ചില പാഠങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ആ ഭാഗം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. ഇവിടെ കണ്ട ഒന്നും കൂടെ നമുക്ക് 15 മുതൽ 17 വരെ വായിക്കാമല്ലോ. 15 to 17 once again please. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ആർക്ക് നിൽപ്പാൻ കഴിയും? ഒരു ചോദ്യമാണ്. ഉത്തരം നമുക്കറിയാം. കുഞ്ഞാടിന്റെ കോപ ദിവസത്തിൽ, സിംഹാസനസ്ഥനായ പിതാവാം ദൈവത്തിന്റെ മഹാക്രോധ ദിവസത്തിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? അഥവാ ദൈവ കോപത്തെ അഭിമുഖീകരിക്കുവാൻ ആരെ കൊണ്ട് പറ്റും? 2 തരത്തിൽ നമുക്ക് ഉത്തരം കൊടുക്കാം. ഒന്നാമത്തെ ഉത്തരം ആരെ കൊണ്ടും പറ്റുകയില്ല എന്നുള്ളതാണ്.
ആർക്കും അത് കഴിയുകയില്ല. സ്തോത്രം. ലോകത്തിലെ ദൈവങ്ങൾ ഉൾപ്പെടെയുള്ള, ലോകത്തിലെ പൂജ്യന്മാരും ആരാധ്യന്മാരും ഉൾപ്പെടെയുള്ള ആരെ കൊണ്ടും കുഞ്ഞാടിന്റെ കോപ ദിവസത്തെ എതിരിടുവാൻ കഴിയില്ല. സ്തോത്രം. 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാരോടും ന്യായാധിപന്മാരോടും ബുദ്ധി പഠിക്കുവാൻ ഉപദേശിച്ചിരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? നമുക്കറിയാമല്ലോ, അവൻ കോപിച്ചിട്ട് നിങ്ങളുടെ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. സ്തോത്രം. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു. പത്രോസ്ലീഹ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചതും അതായിരുന്നു. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 35-36 വാക്യങ്ങളിൽ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ, ആ യേശുവിനെ തന്നെ ദൈവം ആരാക്കി വെച്ചിരിക്കുന്നു? കർത്താവും ക്രിസ്തുവുമാക്കി. പ്രൈസ് ഗോഡ്. കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ അതേ കാര്യം. പിതാവായ ദൈവം തന്റെ പുത്രനെ വാഴിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ പകരക്കാരനായി മനുഷ്യരെ ന്യായം വിധിക്കുവാനും ഭരിക്കുവാനും ദൈവം തന്റെ പുത്രനെ നിയമിച്ചിരിക്കുന്നു. അതിനാണ് പുത്രനെ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും ഭൂമിയിലേക്ക് അയച്ചത്. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ, റോമാക്കാർ ക്രൂശിച്ചു കൊന്ന, ഗ്രീക്കുകാർക്ക് യവനന്മാർക്ക് ഭോഷത്വമായ, സ്തോത്രം, യഹൂദന്മാർക്ക് ഇടർച്ചയായ യേശുവിനെ തന്നെ, നസറായനായ യേശുവിനെ തന്നെ, മറിയയുടെ മകനായ യേശുവിനെ തന്നെ ദൈവം ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തു അഥവാ മശിഹ എന്ന് യഹൂദൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ രാജാവ് എന്നാണ്. ദൈവത്തിന് പകരക്കാരനായി അവരെ നിത്യകാലം ഭരിക്കുന്ന, മറ്റെല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുന്ന നിത്യരാജാവെന്നാണ് മശിഹയുടെ അർത്ഥം യഹൂദനെ സംബന്ധിച്ച്. അപ്പോൾ പത്രോസ് അതാണ് പറയുന്നത്, നിങ്ങളുടെ മേൽ രാജാവാക്കി ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, നിങ്ങളുടെ പിതാക്കന്മാർ തള്ളിക്കളഞ്ഞ യേശുവിനെ തന്നെയാണ്. 2-ാം സങ്കീർത്തനത്തിലും അത് തന്നെ ദാവീദ് രാജാവ് പറഞ്ഞു, പ്രവാചക ഭാഷയിൽ. എന്താ ദൈവം പറയുന്നത്? നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, പുത്രനെ ചുംബിക്കുക. അവിടെയും പറയുന്നത് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. അവിടെയും നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞാടിന്റെ കോപ ദിവസത്തെക്കുറിച്ച്, രാജാവിന്റെ ക്രോധത്തെക്കുറിച്ച്. അപ്പോൾ മശിഹ വെറും അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ മാത്രമല്ല, കുഞ്ഞാട് പ്രായശ്ചിത്ത രക്തം തന്ന് വീണ്ടെടുക്കുന്നവൻ മാത്രമല്ല, അവൻ കോപിക്കുന്ന രാജാവും കൂടെയാണ്, ന്യായാധിപനാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധിയെയും നീതിയെയും ന്യായത്തെയും സത്യത്തെയും വെളിപ്പെടുത്തുന്ന കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ കോപത്തെ പലപ്പോഴും ദ സീക്രട്ട് റാത്ത്, വിശുദ്ധ കോപം എന്നൊക്കെ വിളിക്കുന്നത്. യേശുക്രിസ്തു മനസ്സലിവിന്റെ പ്രതീകമായി ഭൂമിയിലായിരുന്ന സമയത്തും ചില സന്ദർഭങ്ങളിൽ ക്രുദ്ധിതനായി നമ്മൾ കണ്ടിട്ടുണ്ട്.
അതിലൊരു സന്ദർഭമായിരുന്നു ദേവാലയ ശുദ്ധീകരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും സിനോപ്റ്റിക് ഗോസ്പൽ സമാന്തര സുവിശേഷങ്ങളിൽ തന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്തും യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ കരുതുന്നത് രണ്ടും ഒരു സംഭവമാണെന്നാണ്, ചിലർ ചിന്തിക്കുന്നത് അല്ല, രണ്ടും രണ്ട് സന്ദർഭങ്ങളാണെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കാം, കുഴപ്പമില്ല. ആ സമയത്ത് നാം നമ്മുടെ കർത്താവിന്റെ ആ എരിവ് കാണുന്നുണ്ട്. അവിടെ കോപം എന്നതിനേക്കാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ളത്. അതുപോലെ ഇവിടെ ഇപ്പോൾ കുഞ്ഞാടും സ്വർഗപിതാവും ക്രോധം വെളിപ്പെടുത്തുന്നത് പാപത്തോടുള്ള ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രതിഫലനമാണ്. ഇന്നലെ നമ്മളത് കണ്ടു. സ്തോത്രം. ദിസ് ഈസ് ഡിവൈൻ റെസ്പോൺസ് ഇൻ ഹിസ് അറ്റ്മോസ്റ്റ് ഹോളിനെസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ സിൻഫുൾനെസ്. മനുഷ്യന്റെ റിബല്യൻ, മത്സരത്തിനെതിരായി, മനുഷ്യന്റെ സ്റ്റബോൺനെസ്, ശാഠ്യത്തിനെതിരായി, മനുഷ്യന്റെ സിൻഫുൾ നേച്ചർ, പാപപ്രകൃതത്തിനെതിരായി, against sinful deeds, പാപപ്രവൃത്തികൾക്കെതിരായി, കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരുന്നതിനെതിരായി ജ്വലിക്കുന്ന ദൈവിക വിശുദ്ധിയുടെ പ്രതിഫലനമാണ് ഇവിടുത്തെ കോപം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തു കുഞ്ഞാട് ഇവിടെ കോപിക്കുന്നു. അതിന്റെ അർത്ഥം നാം കണ്ടു. ദൈവം പരിശുദ്ധനും നീതിമാനും ആകൊണ്ട് മനുഷ്യന്റെ ഒരു പാപത്തെയും ശിക്ഷിക്കാതെ വിടുകയില്ല. അതെത്ര വലിയവനായാലും എത്ര വലിയ പാപമായാലും, അവൻ എത്ര നിസ്സാരനായാലും എത്ര നിസ്സാര പാപമായാലും, പരിശുദ്ധനും നീതിമാനുമായ ദൈവം അത് ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് നാം ഇവിടെ കാണുന്നത്. കുഞ്ഞാടിന്റെ മഹാക്രോധ ദിവസം വന്നുവല്ലോ. ചോദ്യം: ഈ കുപിതനായ കുഞ്ഞാടിന്റെ മുമ്പിൽ നിൽക്കാകുന്നവൻ ആർ? ഒന്നാമത്തെ ഉത്തരം ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉത്തരം ആർക്കും കഴിയുകയില്ലേ? കഴിയും. ആർക്ക്? സങ്കീർത്തനം 2 നമ്മൾ വായിച്ചതുപോലെ പുത്രനെ ചുംബിച്ചവർക്ക്. അവിടെ പുത്രനെ ചുംബിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? പുത്രനെ കൈക്കൊള്ളുക എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിലേക്കും ചെറുക്കന്റെ വീട്ടിലേക്കും പെണ്ണും ചെറുക്കനും വന്ന് കയറുന്ന സന്ദർഭം, വീട് കയറുക എന്നൊക്കെ നമ്മൾ അതിന് ചടങ്ങുകളായിട്ട് പറയും. അപ്പോഴേക്കും പെണ്ണും ചെറുക്കനും അപ്പനും അമ്മയും എല്ലാം കൂടെ ഒറ്റ വണ്ടിയല്ല വന്നതെങ്കിലും പെണ്ണിനെയും ചെറുക്കനെയും നമ്മൾ വാതിൽക്ക് നിർത്തും. എന്നിട്ട് അപ്പനും അമ്മയും ഓടി മറ്റേ വാതിലിൽ കൂടെ അകത്ത് കയറും. എന്നിട്ട് ചെറുക്കന്റെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടിയെ, ആദ്യമായിട്ട് വിവാഹം കഴിച്ച് വന്ന മണവാട്ടിയെ അമ്മ, അപ്പൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രക്ഷകർത്താക്കൾ കൈ കൊടുത്ത്, വലങ്കരമെന്നാണ് നമ്മൾ പറയുന്നത്, ബൈബിൾ ഭാഷയും അങ്ങനെയാണ്, വലങ്കരം കൊടുത്ത് വീട്ടിലേക്ക് കയറ്റി ചുംബിച്ച് ഇരുത്തുന്നു. എന്താ ആ ചുംബനത്തിന്റെ അർത്ഥം? യു ആർ അക്സെപ്റ്റഡ് ഇൻ ടു അവർ ഫാമിലി. മോളെ, മോനെ, നിന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്
ഞങ്ങളുടെ കുടുംബാംഗമായി കൈക്കൊള്ളുന്നു. അംഗീകാരത്തിന്റെ, സ്വീകരണത്തിന്റെ ഒരർത്ഥമാണ് ചുംബനം എന്നത്. ഇവിടെ പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 1:12 പോലെയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന പ്രക്രിയ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന പ്രക്രിയ. അപ്പോൾ ആർക്ക് കുഞ്ഞാടിന്റെ കോപദിവസത്തിൽ നിൽക്കുവാൻ കഴിയും? കുഞ്ഞാടായ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവകാലത്ത് മനഃപൂർവം വിശ്വസിച്ച് അംഗീകരിച്ച കൈക്കൊണ്ടവർക്ക്. നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ those who are washed with the blood, or the blood washed and blood bought saints can face this wrath. They can face this wrathful or furious Lamb of God. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാർക്ക് പ്രകോപിതനായ കുഞ്ഞാടിനെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അപ്പോൾ അവരുടെ മഹാകോപദിവസം വന്നുവല്ലോ, ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന ചോദ്യത്തിന് രണ്ടുത്തരം. ആർക്കും കഴിയുകയില്ല. അതിന് സാധ്യമാകുന്ന യോഗ്യതയുള്ള ആരും പ്രപഞ്ചത്തിലില്ല. ഒന്നാമത്തെ ഉത്തരം. തങ്ങളുടെ പ്രവർത്തികളാലോ തങ്ങളുടെ യോഗ്യതകളാലോ അതിന് പ്രാപ്തരായ ആരുമേ ഇല്ല. എന്നാൽ രണ്ടാമത്തെ ഉത്തരം, ആർക്കെങ്കിലും നിൽക്കാൻ കഴിയുമോ? കഴിയും. സ്തോത്രം. കഴിയും. ആർക്ക്? യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചവർക്ക്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, തീത്തോസിനുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 2:11, സകല മനുഷ്യർക്കും, ബാക്കി പറയാമല്ലോ, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സ്തോത്രം. അവന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് അവന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ക്രിസ്തുയേശുവിലൂടെ ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് കുഞ്ഞാടിന്റെ കോപദിവസത്തിലും അവന്റെ മുമ്പാകെ നിൽക്കുവാൻ, അവനോട് കൂടെ നിൽക്കുവാൻ സാധിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ എഴുതിയൊരു കഥ ഇന്ന് രാവിലെ, ഇവിടുത്തെ രാവിലെ ഞാൻ വായിച്ചു, കുറച്ചു മുമ്പ് ഞാൻ വായിച്ചു. അതിൻ്റെ ഹെഡിങ് കൃപ മാത്രം എന്നാണ്. ആ കഥയുടെ ശീർഷകം കൃപ മാത്രം. എന്നിട്ട് അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് വെറും കഥ മാത്രമാണ്, സംഭവകഥയല്ല, സംഭവമല്ല, ഒരു കഥയാ, ഒരു ഭാവനയാണ്. അദ്ദേഹം അതിൽ ഭാവനയായിട്ട് എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലെത്തി. പത്രോസ് അപ്പോസ്തലൻ സ്വർഗത്തിന്റെ വാതിൽക്ക് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, നിനക്ക് സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ നിന്റെ പേരിൽ 1000 പോയിന്റ്സ് വേണമെന്ന്. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു നിബന്ധന ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ ഭൂമിയിലായിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പോയിന്റ്സ് ഒന്നും നേടാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല, എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ശരി, പോയിന്റ്സ് ഒന്നും കുറവായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ നല്ലൊരു ഭർത്താവാണ്, ഒരിക്കലും ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല, നല്ല പിതാവാണ്, മക്കളെ ഒരു തരത്തിലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, എനിക്ക് മക്കളുണ്ട്, ഒരാൾ മിഷണറിയാണ്, ഒരാൾ പാസ്റ്ററാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ബാങ്കറാണ്, ഞാൻ എൻ്റെ വരുമാനത്തിന്റെ 20% ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ചർച്ചിൽ
നല്ല എൽഡറായിട്ട് പാസ്റ്ററിനോട് വഴക്കൊന്നും വിടാതെ പാസ്റ്ററിനെ ശുശ്രൂഷകളൊക്കെ സഹായിച്ച് ഒക്കെ നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം വിവരിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ആയതുകൊണ്ട് എനിക്ക് പര്യാപ്തമായ പോയിന്റ്സ് കാണും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പത്രോസ് പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ, പക്ഷെ ഇതെല്ലാം കൂടെ ചേർത്ത് നിനക്ക് ഒരൊറ്റ പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. 1000-ൽ 1 പോയിന്റ് മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിനെല്ലാം കൂടെ ചേർത്ത് നീ എന്തായിരുന്നോ, നീ എന്ത് ചെയ്തോ, നീ എന്ത് കൊടുത്തോ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ പോയിന്റ്. ഇത് കേട്ട് ഈ മനുഷ്യൻ നിലവിളിച്ചെന്നാ പറയുന്നേ, അയ്യോ എന്റെ കർത്താവേ, കൃപ തോന്നണേ എന്നോടെന്ന്. അപ്പോഴേക്കും പത്രോസ് പറഞ്ഞെന്ന്, മതി 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 മതി, നിനക്കെല്ലാം കിട്ടിയെന്ന്. എന്താ? ആദ്യ ഭാഗം അവന്റെ നീതിയിൽ ആശ്രയിക്കുകയായിരുന്നു. കഥയാണെങ്കിലും അതിലൊരു കാര്യമുള്ളത് അതാണ്. അവൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളതിൽ അവൻ സ്വയനീതിയിൽ ആശ്രയിച്ചു. പക്ഷേ അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ ആ മനുഷ്യൻ ഒടുവിൽ നിലവിളിച്ചു, കർത്താവേ എന്നോട് കൃപ തോന്നണേ. അവിടെ അവൻ ആശ്രയിച്ചത് ദൈവത്തിന്റെ കൃപയിലാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. പൗലോസ് പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ കൃപയിൽ ആശ്രയിച്ച് കൃപയുടെ സുവിശേഷത്താൽ യേശുക്രിസ്തുവിന്റെ നീതി പ്രാപിച്ചവർ, ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടവർ, അവർക്ക് എന്ത് ചെയ്യാം? കുഞ്ഞാടിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ മുമ്പാകെ അവരുടെ കോപദിവസത്തിലും സധൈര്യം നിൽക്കുവാൻ സാധിക്കും. അപ്പോൾ ഒടുവിലത്തെ ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം ഇപ്പോൾ കണ്ടത്, മനുഷ്യന്റെ സകല പാപത്തിനും ദൈവം ശിക്ഷ വിധിക്കും, ശിക്ഷ വിധിക്കാതിരിക്കുകയില്ല. അടുത്ത ഒരു പാഠം നമുക്ക് അവിടെ നിന്നുമുള്ളത്, ഈ മനുഷ്യർ ഇപ്പോഴും എന്താ ചെയ്യുന്നത്? ഓടി ഒളിക്കുന്നു. ഓടി ഒളിക്കുകയാണ്, ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം ഇവരോട് ആവർത്തിച്ച് മാനസാന്തരത്തിന് അവസരം കൊടുക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടും അന്ന് അവർ അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിയവരാകാം. പത്രോസ് അതാ നമ്മോട് പറയുന്നത്. 2 പത്രോസ് 3-ന്റെ 3-4 വാക്യങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് വായിച്ചോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണെങ്കിൽ കൂടെ 2 Peter chapter 3 verses 3 and 4. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. കണ്ടോ? പരിഹാസികൾ പരിഹാസത്തോടെ വരും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അവരെന്താ പറയുന്നത്? കർത്താവിന്റെ വരവോ എവിടാന്നേ, വെറുതെ മണ്ടത്തരം, എല്ലാം പണ്ട് ആയിരുന്നത് പോലെ തന്നെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ വരവിനെ പുച്ഛിച്ച് തള്ളുന്നവർ. പത്രോസ് അവിടം കൊണ്ടും നിർത്തുന്നില്ല. അതിന്റെ 15-ാമത്തെ വാക്യവും കൂടെ വായിച്ചാട്ടെ. Verse 15, 2 Peter 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. കണ്ടോ? തിരുവെഴുത്തുകളിലെ എല്ലാം ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ അത്ര സരളമാവില്ല. ദുർഗ്രഹമായ ചിലതുണ്ടാകാം.
തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ബൈബിൾ ടീച്ചറും ഒരു ബൈബിൾ പ്രഭാഷകനും ഒരു പാസ്റ്ററും ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിട്ടില്ല. എത്ര MTHകൾ എടുത്താലും, എത്ര PhDs തിരുവഴുത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ തിയോളജിയിൽ എടുത്താലും അവരറിയാത്ത ധാരാളം കാര്യങ്ങൾ തിരുവഴുത്തിൽ എപ്പോഴും മറവായിരിക്കുന്നുണ്ടാകും. പക്ഷേ നമുക്ക് മനസ്സിലായില്ലെങ്കിലും എന്ത് ചെയ്യരുത്? തിരുവഴുത്തുകളെ നമ്മുടെ നാശത്തിനായി കോട്ടിക്കളയരുത്. പത്രോസ് 2 പത്രോസ് 3:3, 4, 15, 16 വാക്യങ്ങളിലൊക്കെ കൂടെ പറയുന്നത് ഒരു കാര്യമാണ്. അതിന്റെ പൂർത്തീകരണം, അക്ഷരീയമായ നിവൃത്തിയാണ് വെളിപ്പാട് 6:15 നമ്മൾ കാണുന്നത്. അവർ ഓടി ഒളിക്കുന്നു. ദൈവം അവരോട് പ്രസംഗിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ അവർ കർത്താവിന്റെ വരവിനെ പരിഹസിച്ച് തള്ളിയവരാ. യേശു വരാൻ പോകുന്നുണ്ടോ? ന്യായവിധിയോ? മരണശേഷം ഒരു ജീവനെന്നോ? ഈ അത്യാധുനിക കാലത്ത് ഇങ്ങനെയും വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടോ? ഭോഷന്മാരുണ്ടോ? ക്രിസ്തീയ സഭയിൽപ്പെട്ടവർ തന്നെ, പെന്തക്കോസ്ത് സഭയിൽപ്പെട്ടവർ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഭോഷത്വമാണ്, ഇത് മണ്ടത്തരമാണ്. അങ്ങനെ ഭോഷത്വമെന്നും മണ്ടത്തരമെന്നും നടക്കാത്ത കാര്യങ്ങളെന്നും അന്ധവിശ്വാസമെന്നും വെറുതെ ജനത്തെ കബളിപ്പിക്കുവാനുള്ള ഉപദേശിമാരുടെ തന്ത്രമെന്നുമൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞവരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ മുഖം കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്നും രക്ഷിപ്പാൻ ഓടി ഒളിക്കുന്നത്. ഈ കൂട്ടർ ചിലർ ആത്മഹത്യ വരെ ചെയ്യും കേട്ടോ. ആത്മഹത്യ വരെ ചെയ്യും. സ്തോത്രം. നാം അങ്ങനെയാകരുത്. നമുക്കേറെ പ്രത്യാശിപ്പാനുള്ളത് നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച്. അത് നടക്കും നിശ്ചയം. എബ്രായർ 10 പറയുന്നത് പോലെ വരുവാനുള്ളവൻ വരും. അത് നിശ്ചയമാണ്, താമസിക്കുകയുമില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? സഹിഷ്ണുത. സ്തോത്രം. വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് സഹിഷ്ണുത നമുക്ക് ആവശ്യം. We need patience, endurance. Sometimes all through one's life. ഒരുവന്റെ ആയുഷ്കാലം മുഴുവനും ചിലപ്പോൾ ഈ സഹിഷ്ണുത വേണ്ടി വന്നേക്കാം. അതാണ് അടുത്ത പാഠം. സ്തോത്രം. ഈ പ്രത്യേക സമയത്ത് പോലും അവർ മാനസാന്തരപ്പെടാനായിട്ട് ശ്രമിക്കുന്നില്ല, ശ്രമിച്ചിട്ടില്ല, ഇപ്പോൾ ഒട്ട് ശ്രമിക്കുന്നതുമില്ല. സ്തോത്രം. അവർക്ക് കുഞ്ഞാടിന്റെ കോപ ദിവസത്തിൽ നിൽക്കുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. എന്തേ? റിപ്പന്റ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അവരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവർ ചെയ്യേണ്ട ആ കാര്യം ചെയ്തില്ല. ഇത് പൊടുന്നനവേ സംഭവിച്ചതല്ല. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ, കർത്താവിന്റെ വരവ് നേരത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയും ആയിരുന്നില്ല. ഒത്തിരി ലക്ഷണങ്ങൾ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയിരുന്നു. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? അതിനെ കൂട്ടാക്കിയില്ല, കണക്കാക്കിയില്ല. നമ്മൾ നേരത്തെയും വായിച്ചിട്ടുള്ള 1-2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് നോക്കിക്കൊള്ളൂ. വെളിപ്പാട് പുസ്തകം തന്നെ 9-ാമത്തെ അധ്യായം, അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. Chapter 9 verses 20-21 Revelation.
ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. കണ്ടോ, ആവർത്തിച്ചു പറയുന്നു, അവർ മാനസാന്തരപ്പെട്ടില്ല. അത് തന്നെ നമ്മൾ 16-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലും 10-11 വാക്യങ്ങളിലും കാണുന്നുണ്ട്. അവർ മാനസാന്തരപ്പെട്ടില്ല. ദൈവം എന്തിനായിരുന്നു ഈ മഹാപീഡന കാലത്തും ഈ പീഡനങ്ങൾ അയച്ചത്? അതുകൊണ്ടെങ്കിലും ജനം മാനസാന്തരപ്പെടണം എന്ന് കരുതിയ. നമ്മുടെയും ജീവിതത്തിൽ ദൈവം അയക്കുന്ന വേദനാജനകമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഒറ്റപ്പെടുത്തലുകളൊക്കെ പലതുമുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതിൽ പലതും നാം അറിയാതെ ഗ്രസിച്ചിരിക്കുന്ന പാപത്തിൽ നിന്നും, ആ പാപത്തിന്റെ കരാളമായ ഗ്രസിപ്പിൽ നിന്നും വിടുവിക്കുന്നതിനാ. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഭവിക്കുമ്പോഴും നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള മാനസാന്തരമാണ്. ഇവിടെ ഈ ജനത്തിനും അതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അവർ മാനസാന്തരപ്പെട്ടില്ല. പകരം അവരെന്ത് ചെയ്തു? 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 16:21. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. മാനസാന്തരപ്പെടുന്നതിന് പകരം ഇവരെന്താ ചെയ്തത്? ദൈവത്തെ ദുഷിക്കുകയായിരുന്നു. സ്തോത്രം. ഇപ്പോൾ അതിന്റെ അന്തിമ ഫലം കൊയ്യുവാൻ വന്നിരിക്കുക. ഇപ്പോൾ അവർക്ക് മാനസാന്തരത്തിന് അവസരമുണ്ടോ? ഇല്ല. ഈ കഴിഞ്ഞ 7ഓളം വർഷം മഹാപീഡനത്തിന്റെ, എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ 7ഓളം വർഷം, അല്ലെങ്കിൽ ഒടുവിലത്തെ 3.5 കൊല്ലം കഷ്ടതകളുടെ നടുവിലും അവർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് മാനസാന്തരപ്പെടാമായിരുന്നു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല. നാം കാണുന്നുണ്ട് 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികൾ, ദൈവം അയച്ച 2 സാക്ഷികൾ. അവർ മഹാപീഡനത്തിന്റെ 7 വർഷത്തിൽ ആദ്യത്തെ 3.5 കൊല്ലം ശുശ്രൂഷിക്കുന്നു. പക്ഷേ അവരുടെ വാക്കുകൾ അവർ കേൾക്കുന്നില്ല. അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അവർ മരിച്ചപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുത്തയച്ച് സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ് മഹാപീഡനത്തിന്റെ ഒടുവിലത്തെ 3.5 കൊല്ലം കഠിനമായ പ്രയാസങ്ങൾ, മഹാപീഡനം ദൈവം അയക്കുന്നു. അപ്പോഴും ഈ ജനം ദൈവത്തെ ദുഷിച്ചതല്ലാതെ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ അക്കാലത്തും ജീവിച്ചിരുന്നവർക്ക് ദൈവം മാനസാന്തരപ്പെടുന്നതിന് അവസരം കൊടുത്തിട്ടും അവരതിനെ ഉപയോഗിച്ചില്ല. ഇവിടെ ഇതാ ഇപ്പോൾ കുഞ്ഞാടും സ്വർഗസ്ഥനായ സിംഹാസനസ്ഥനായ പിതാവും വെളിപ്പെടുന്നു. അവരുടെ മഹാകോപ ദിവസം വെളിപ്പെടുന്നു. അന്നവർക്ക് മാനസാന്തരത്തിന് അവസരമുണ്ടോ? ഇല്ല. സ്തോത്രം. രക്ഷയുടെ വാതിൽ അടയും എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുള്ളത് അതുകൊണ്ടാണ്. മുമ്പൊരിക്കൽ നമ്മൾ ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. ഓർമ്മ കാണും നിങ്ങൾക്ക്. ചില വ്യക്തികൾക്ക് അവരുടെ ആയുഷ്കാലത്ത്, അവർ ജീവനോടിരിക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെടാൻ അവസരം ഇല്ലാതെയാകും. അതിനൊരു ഉദാഹരണം അല്ല, തെളിവ് അപ്പോസ്തലൻ നമുക്ക് തരുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മാനസാന്തരപ്പെടാൻ ജീവകാലത്ത് പോലും ഒക്കാത്ത അവസ്ഥ ഉണ്ടാകും എന്നതിന് തിരുവെഴുത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു തെളിവ്, ഉദാഹരണമായിട്ട്.
Reuben, ആരാ? Judah, യൂദ അല്ല, കയീൻ, ഏശാവ്, ഏശാവ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളിൽ ആരും ഏശാവിനെ പോലെ അഭക്തന്മാർ ആകരുത്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ നിങ്ങളിൽ ആരും അഭക്തന്മാരാകരുത്. എന്നിട്ട് എന്താ പറയുന്നത്? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. കണ്ടോ, അവൻ കരഞ്ഞു, എന്നെ അനുഗ്രഹിക്കണമേ അപ്പാ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് കരഞ്ഞു. ആ കരച്ചിൽ കാണുമ്പം ചിലപ്പോൾ നമ്മളും കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഏശാവിന്റെ ഇസഹാക്കിന്റെ മുമ്പിൽ പോയി നിന്നുള്ള കരച്ചില് എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ കരയിപ്പിച്ചിട്ടുണ്ടാകാം. കരഞ്ഞു, കൈപ്പോടെ അവൻ കരഞ്ഞു. പക്ഷേ എന്തിന് അവസരം ഉണ്ടായില്ല? മാനസാന്തരത്തിന് അവസരം ഉണ്ടായില്ല. അവന് ലഭിക്കാതിരുന്ന അനുഗ്രഹത്തെ ലഭിക്കുന്നതിന് അത് കാരണമായില്ല. സ്തോത്രം. നമുക്കങ്ങനെ ഭവിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ ജീവിച്ചിരിക്കെ തന്നെ അവന് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടേക്കാം. അതിന് എടുത്തു പറഞ്ഞിരിക്കുന്ന തെളിവ് ഏശാവിൻ്റെതാണ്. യൂദായുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മാനസാന്തരത്തിനിടയില്ലാതെ അവനെ തള്ളിക്കളയുന്നത് യേശു കർത്താവ് അപ്പക്കണ്ണം മുക്കി അവന് കൊടുത്തിട്ട് യൂദായോട് പറയുമ്പോഴാ, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക. അതുവരെ അവന് മാനസാന്തരത്തിന് കർത്താവ് അവസരം നൽകിക്കൊണ്ടിരുന്നു. അവന് മാത്രം അറിയാവുന്നത് പോലെ, തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ യേശു കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. വേറെ ആർക്കും അറിയില്ലായിരുന്നു ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അവസാന നിമിഷം വരെ ദൈവം കൊടുത്ത അവസരത്തെ അവൻ അവഗണിച്ചതുകൊണ്ട് അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെടാനുള്ള അവസരത്തെ ദൈവം നിർത്തി. നമുക്കാർക്കും സംഭവിക്കരുത്. സ്തോത്രം. സംഭവിക്കരുത്. ഇവിടെയും ഈ മനുഷ്യർ ഇപ്പോൾ ജീവിച്ചിരിക്കുക, മരിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഇനി മാനസാന്തരത്തിന് അവസരമുണ്ടോ? ഇല്ല. ജാഗ്രത. നമ്മുടെ ജീവകാലത്ത് തന്നെ മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടാം. വളരെ ഭീകരമായൊരവസ്ഥയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അതിന് അവസരം ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ചിലർക്ക് ജീവകാലത്ത് തന്നെ അത് നിഷേധിക്കപ്പെടാം. അയ്യോ, അങ്ങനെ മാനസാന്തരത്തിന് സാധ്യതയില്ലാതെ ജീവിച്ചിരിക്കുന്ന പാപിയുടെ അവസ്ഥ എനിക്ക് ഭാവന കാണാൻ കഴിയുന്നതിലും ഭീകരമാണ്. അതേക്കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് റോമർ 1:24, 26, 28 വാക്യങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. പഴയവർക്കൊക്കെ ഓർമ്മ കാണും. ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ചിലരെ ദൈവം പറഞ്ഞോ, വായിച്ചോ. അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിക്കുന്നു. തന്നെ ചിലരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിക്കുന്നു, ചിലരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കുന്നു. കണ്ടോ, ദൈവം തന്നെ അവരെ പാപത്തിന് ഏൽപ്പിക്കുകയാണ്, അശുദ്ധിക്ക്, നികൃഷ്ട ബുദ്ധിക്ക്. അങ്ങനെ നമുക്കാർക്കും ഭവിക്കരുതേ. വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ജീവിക്കാം. ഇവിടെ ഈ രാജാക്കൾ, മഹത്തുക്കൾ, സഹസ്രാധിപന്മാർ, ഭരണാധിപന്മാർ, ഇവരൊക്കെ
ജീവിച്ചിരിക്കെ തന്നെ മാനസാന്തരത്തിന് അവസരം ഇല്ലാതെയായി തീർന്നവരാണ്. അത് ഭവിക്കരുത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 6-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമായിട്ട് ഇത് മുന്നേ നടക്കുന്നതാണോ അത് പിന്നെ നടക്കേണ്ടതാണോ? അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം 6-ാം അധ്യായത്തിൽ ഇത് ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നതാണത്. ഓക്കെ. അതിന് മുൻപുള്ളതാണ് 16-ാം അധ്യായത്തിലേത്. 9-ലും 16-ലും ഒക്കെ അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്നത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. അതിന്റെ ഒടുവിലാണ്, ആ സംഭവം പരമ്പരകളുടെ അവസാനത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സിംഹാസനസ്ഥനായ പിതാവിന്റെ കോപം അക്ഷരീയമായി വെളിപ്പെട്ട് ഇനിയും മാനസാന്തരത്തിനിടയില്ലാത്ത അവസ്ഥ വരുന്നതാണ് 6-ാം അധ്യായത്തിലേത്. താങ്ക് യു. ഓക്കെ. ഏശാവിന്റെ കാര്യം, അത് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞത് കൊണ്ടാണ്. എന്താ അങ്ങനെ ഒരു അവസരം കിട്ടാഞ്ഞെന്നൊന്ന് പറയാവോ? പ്രധാനമായിട്ടും അവിടെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ അല്ലെ മൂത്ത പുത്രന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളാണ് ആർക്ക് ലഭിച്ചത്? യാക്കോബിന്. കാരണം ഇപ്പോൾ ന്യായമായി മൂത്തപുത്രൻ ആരാ? അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം ആർക്കാ? യാക്കോബിന്. അവൻ നിരുത്തരവാദിയായി, ഏശാവ് നിരുത്തരവാദിത്വപരമായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവന്റെ ബർത്ത് റൈറ്റ്, അവന്റെ ജ്യേഷ്ഠാവകാശം, മൂത്ത പുത്രൻ എന്ന അവകാശം വിറ്റുകളഞ്ഞു. ഒരു അനാസ്ഥ കാണിച്ചു. ദാറ്റ് വാസ് അൺറിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ. അത് തിരിച്ച് എടുക്കാൻ ഒക്കാത്തതായിരുന്നു. അവൻ കരഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി കരഞ്ഞു, അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു, പറ്റിയില്ല. ചില തീരുമാനങ്ങൾ നാം എടുത്താൽ അതിൻ്റെ പരിണിത ഫലം നമുക്ക് തിരിച്ചുവിടാൻ, റിവേഴ്സ് ചെയ്യാൻ, റിവോക്ക് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ ഒക്കാത്ത തരത്തിലുള്ളതായിരിക്കും. അതാണ് അവിടെ ഏശാവിന് സംഭവിച്ചത്. അവൻ അതിനെ അവഗണിച്ചു. ചോദിക്കുന്നുണ്ടല്ലോ, ഈ ജ്യേഷ്ഠാവകാശം വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കെന്തോ ചെയ്യാനാ, ഞാൻ വിശപ്പ് കൊണ്ട് ചാകാൻ പോവാ. ഏതായാലും അവൻ ചാകത്തില്ലായിരുന്നല്ലോ. ഒരല്പസമയം ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയം മാത്രം അവൻ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അവൻ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ടാ നീ എടുത്തോളാൻ പറഞ്ഞത്. നൈമിഷികമായ സുഖത്തിന് വേണ്ടി, താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി അവൻ നിത്യമായതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതാണ് അവന് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് അവന് മാനസാന്തരത്തിന് ഈട ലഭിക്കാതിരുന്നത്. സ്തോത്രം. ഓക്കെ. മറ്റ് സംശയങ്ങളില്ലെങ്കിൽ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. വളരെ പ്രസക്തമായ ഒരു സത്യമാണ് ഇനി നമ്മൾ നോക്കുന്നത്. വെളിപ്പാട് 6:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കാണുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഈ രാജാക്കന്മാരെയും സഹസ്രാധിപന്മാരെയും മഹത്തുക്കളെയും ഒക്കെ വേണമെങ്കിൽ ഭോഷന്മാർ എന്ന് വിളിക്കാം. എന്തായിരുന്നു അവരുടെ ഭോഷത്വം? ഒരു ഭോഷത്വം നേരത്തെ ദൈവം അവരോട് പറഞ്ഞതിനെ തിരസ്കരിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഇനിയും ഒരു ആന മണ്ടത്തരം അവർ കാണിക്കാൻ പോവാ. ആർക്കെങ്കിലും പറയാമോ?
നിങ്ങളെയും കൂടെ ചിന്തിപ്പിക്കാൻ ഒന്ന് ഉദ്ദീപിപ്പിക്കുകയാണ്. അതിനാണ് ഞാൻ ചോദിച്ചത്. സ്വയം മരിക്കാൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ്. അല്പം കൂടെ മുമ്പോട്ട് വരണം. പർവ്വതങ്ങളോട് പറഞ്ഞ് മറയ്ക്കാൻ അവരെ. അതെ ദൈവത്തോട്. അതെ, ദൈവത്തോട് ഇനിയിപ്പോ അവർക്ക് പറയാൻ ഒക്കത്തുമില്ല. അതിനുള്ള റൈറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മലകളോടും പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളെ മറപ്പീൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരൊരു ആത്മഹത്യാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ചാകാൻ ഒരുങ്ങുക അവര്. എന്തിനാ? എന്ത് ലക്ഷ്യത്തോടെയാണ് അവർ മരണം ആഗ്രഹിക്കുന്നത്? ഇവിടെ കുഞ്ഞാടിന്റെ മുഖം കാണാതിരിക്കാൻ, കുഞ്ഞാടിന്റെ മുഖം കാണാതിരിപ്പാൻ, കുഞ്ഞാടിന്റെ കോപം തട്ടാതിരിക്കാൻ. അതിലെ മണ്ടത്തരം എന്തുവാ? ഈ മലകളൊക്കെ വീഴണമെങ്കിൽ കുഞ്ഞാട് സമ്മതിക്കണ്ടേ? പോരാ. ഈ മഹാകോപത്തിൽ നിന്ന് പിന്നെ വീണ്ടും അതിനേക്കാളും വലിയ കോപത്തിലോട്ട് അവർ പോകാൻ പോകും. അച്ഛാ, ശരിയായ പാതയില്ല, ശരിയായ പാതയില്ല. എന്ന് വെച്ചാൽ ഒരുത്തൻ മരിക്കുന്നത് കൊണ്ട്, മരണം കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇല്ല. മരണം കൊണ്ട് ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. ഇതാണ് ഇവരുടെ മഠയത്തരം. ഇവര് കരുതി ഞങ്ങളിപ്പോ അങ്ങ് ചത്താൽ രക്ഷപ്പെടാമെന്ന്. പക്ഷേ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്നും അവന്റെ കോപത്തിൽ നിന്നും ദൈവം പാപത്തിന് വരുത്തുന്ന ശിക്ഷാവിധിയിൽ നിന്നും വിമോചിതരാകുവാൻ മരണം കൊണ്ടും കഴിയുകയില്ല. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനാണ്. ചിലർ ചിലരെ കൊല്ലുന്നു, എന്നിട്ട് സ്വയം ചാകുന്നു. അവർ കരുതുന്നത് അവരെ കൊന്ന കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കത്തില്ലല്ലോ, ഞാൻ തന്നെ അങ്ങ് ചത്തേക്കാം. വലിയ അപരാധങ്ങൾ ചെയ്യുന്നു, പിടിക്കപ്പെടുമെന്ന് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അവരെന്താ കരുതുന്നത്? ഞാൻ ചത്താൽ എല്ലാം തീർന്നു, എല്ലാം തീർന്നു. അവർ ഈ ലോകത്തിലുള്ള ഉള്ളത് ചിന്തിക്കുന്നുള്ളല്ലോ. ലോകത്തിന്റെ നിയമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നുള്ള ഉദ്ദേശം മാത്രമേ അവർക്കുള്ളല്ലോ. മറ്റേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ്, കുഞ്ഞാടിന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവർ മരിച്ചാൽ സാധിക്കും എന്ന് മൗഢ്യമായി കരുതുന്നു. എന്നാൽ ഇവിടെ വെളിപ്പെടുത്തുന്ന സത്യം, മരണം കൊണ്ടും ഒരുവന് കർത്താവിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. മരണം കൊണ്ടും സാധ്യമല്ല. ഈ ഭൂമിയിൽ അത് പറ്റും. എത്ര വലിയ കുറ്റവാളിയും മരിക്കുന്നതോടുകൂടെ അവന്റെ കേസ് ഫയൽ എന്നേക്കുമായി അടയും. പിന്നെ അവനെ ശിക്ഷിക്കാൻ ഒരു കോടതിക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെ പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചും സംരക്ഷിക്കുന്നത്. നമ്മുടെ മുംബൈയിൽ ഭീകരവാദം നടത്തിയ കസം തീവ്രവാദി അജ്മൽ കസം, എത്ര കോടി രൂപ മുടക്കിയാണ് അവനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നത്. കാരണം ശിക്ഷ നടപ്പാക്കുന്നത് വരെ അവൻ ചാകാൻ പാടില്ല. ചത്താൽ പിന്നെ മുഴുവൻ കോടതി നടപടികളും സ്വാഹ.
എന്നാൽ നമ്മുടെ ദൈവകുഞ്ഞാടായ ക്രിസ്തു എന്ന ന്യായാധിപന്റെ മുമ്പിൽ നിന്ന്, അവന്റെ വിസ്താരത്തിൽ നിന്ന്, ശിക്ഷാ നടപടികളിൽ നിന്നും രക്ഷപ്പെടുവാൻ മരണം കൊണ്ടും ആർക്കും കഴിയുകയില്ല. കാരണം മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് മരിക്കാൻ കഴിയാത്ത ശരീരത്തോടെ തൻ്റെ മുമ്പിൽ നിർത്തി ശിക്ഷ വിധിക്കുന്ന ഒരു ന്യായാധിപനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ വിളിക്കുന്ന പേരെന്താണ്? സ്തോത്രം. 2 തിമോഥെയോസ് 4:1 വാക്യം ഒന്ന് വായിച്ചോളൂ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷിവെച്ച്. കണ്ടോ, യേശു ക്രിസ്തുവിനെ അവിടെ വിളിക്കുന്നത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശു. നമ്മൾ പണ്ടൊരിക്കൽ ചിന്തിച്ചത് അവിടെ ജീവി എന്ന് പറയുന്നതിന്റെ അർത്ഥം പക്ഷിമൃഗാദികളല്ല, ജീവിച്ചിരിക്കുന്നവർക്കും എന്നാണ് അർത്ഥം. അത് തന്നെ നാം അപ്പോസ്തല പ്രവൃത്തികൾ 10:42 പത്രോസ് പ്രസംഗിച്ച് കേൾക്കുന്നുണ്ട്. ആക്ട്സ് 10:42 അവിടെയും നാം ഇത് തന്നെ കാണുന്നു. 1 Peter 4:5 1 പത്രോസ് 4:5 നാം കാണുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായം വിധിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ന്യായാധിപനാണ്. പക്ഷേ ഈ ഭോഷന്മാർ കരുതുന്നത് അവർ മരിച്ചാൽ യേശുവിൽ നിന്നും രക്ഷപ്പെടാമെന്ന. ഇല്ല, പറ്റില്ല. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ, 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, മരിച്ചവർ ആബാലവൃദ്ധം വലിയ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപനായ ക്രിസ്തുവേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നു. മരിച്ചവർ ആബാലവൃദ്ധം. ഒരാളുപോലും മരിച്ച അവസ്ഥയിൽ ശേഷിക്കാതെ സകല മരിച്ചവരെയും ഉയർപ്പിച്ച് ന്യായവിധി നടത്തുവാൻ പര്യാപ്തനാണ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിനാണ് യേശു മരിച്ചതും മരിച്ചിട്ട് ഉയർപ്പിക്കപ്പെട്ടതും. അങ്ങനെ മരിച്ചുയർത്തെഴുന്നേറ്റ വേറെ ഒരു ന്യായാധിപനും ഇല്ലാത്തത് കൊണ്ട് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒരുപോലെ ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. ഈ സത്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ മഹാകോപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരായ നാം, ദൈവക്രോധത്തിൽ നിന്നും വിമോചിതരായ നാം ഇന്ന് ഭാഗ്യശാലികളാണ്. സ്തോത്രം. ഈ കോപത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാനാണ് നമ്മുടെ കർത്താവ് രക്ഷിതാവായി മേഘങ്ങളിൽ വരുന്നതും ഈ കോപകലശങ്ങൾ ഈ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നതിന് മുമ്പേ നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതും. ആ പ്രത്യാശയോടെ വീണ്ടും നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം. കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.